നമസ്തേ. നമ്മളൊരു വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വാസ്തുപ്രകാരം. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന്, നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാസ്തുവിൽ കിണറിൻ്റെ ഭാഗം, കിണറിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ വാസ്തുവിൽ പറയുന്നു, നമ്മുടെ വസ്തുവിനെ 12 രാശികളായി തിരിച്ചിട്ട് മീനൻ രാശി, അതായത് വടക്ക് കിഴക്ക് വരുന്ന ഭാഗത്ത് കിണർ ആണ് ഏറ്റവും ഭാഗ്യമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാവുമെന്നും വാസ്തുവിൽ പറയുന്നു. അപ്പം ആ വടക്ക് കിഴക്ക് ജലസാന്നിധ്യമാണ്, അത് നമുക്ക് ശരിക്ക് സമ്പത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ കിണറ്റിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എവിടെയാണ്? വടക്ക് കിഴക്ക്. ഒരുപാട് വീടുകളിൽ തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ കിണർ ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും വാസ്തുപ്രകാരം അത് ഒട്ടും യോജ്യമല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ 4 ചുറ്റും മതിൽ കെട്ടിയും അല്ലെങ്കിൽ തിരിച്ചുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ അതിൻ്റെ പരിഹാരമാവും. പക്ഷേ അത് കുഴി തന്നെയാണ്. ഇനി അടുത്തത്, സെപ്റ്റി ടാങ്ക്. ഒരു വ്യക്തിയെ പാടെ താർത്ത് കളയാൻ ഒറ്റ സെപ്റ്റി ടാങ്ക് കൊണ്ട് കഴിയും. ഇത് ഒരുപാട് വീടുകളിൽ നിന്ന് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് കന്നിമൂലയിൽ വരുന്ന സെപ്റ്റി ടാങ്കുകൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്ന് തരും. എന്തൊക്കെ കോടാലികൾ വരുന്നത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. സാമ്പത്തിക പ്രശ്നമാണോ, ഭാര്യയും ഭർത്താവിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണോ, സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണോ, എന്താണെന്ന് പോലും പറയാൻ പറ്റാത്തത്. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തൊരു സെപ്റ്റി ടാങ്ക് വരികയാണെങ്കിൽ വാസ്തുവിൽ പറയുന്ന സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കും, വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ പൈസ, സമ്പത്ത് നമ്മളിൽ നിന്ന് പാടെ വിട്ടുപോവുകയും നമ്മൾ വലിയ കടബാധ്യതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയുന്നു തെക്ക് കിഴക്കുള്ള സെപ്റ്റി ടാങ്ക്. പിന്നെ ഈശാനകോൺ. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകൾ ഒന്നെന്ന് പറയുന്നത് ഈശാനകോണാണ്. അതായത് വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് ഭാഗം, ഈശാനകോൺ. ഈ ഈശാനകോൺ ഭാഗത്ത് നമുക്ക് ഒരു സെപ്റ്റി ടാങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പം അതേ സമയത്ത് ആ ഭാഗത്തൊരു കിണറാണെങ്കിലോ ഈശാനകോണിൽ നമുക്ക് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതിന് സാധിക്കും. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ സംസാരിച്ചു. ഒന്ന്, കിണറിനെ പറ്റി പറഞ്ഞു. 2 എന്താണ്? സെപ്റ്റി ടാങ്കും വേസ്റ്റ് വാട്ടറും. 2 ഒരേ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളാണ്. ഇതിനെപ്പറ്റിയും പറഞ്ഞു. അപ്പോൾ ചിലത് പറയും സെപ്റ്റി ടാങ്ക് അല്ല സാറേ, വേസ്റ്റ് വാട്ടറാണ്. 2 ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് കടക്കാനുള്ള ഗേറ്റ് ആയാലും ശരി തന്നെ, മെയിൻ ഡോർ ആയാലും ശരി, ഫെങ്ഷുയെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. വാസ്തുവിലാണെങ്കിൽ അത് ഉച്ചഭാഗങ്ങളിൽ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉച്ചഭാഗവും നീച്ചഭാഗവും ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നേരത്തെയുള്ള പ്രോഗ്രാം കേൾക്കാം. അപ്പം വീട്ടിൻ്റെ ഉച്ചഭാഗത്ത് ഗേറ്റുകൾ വരണമെന്ന് പറയും. അപ്പം കേട്ടില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കിഴക്കിലാണെങ്കിൽ കിഴക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് ഉച്ചം. തെക്കിലാണെങ്കിലോ തെക്ക് പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്ക് ഉച്ചം. പടിഞ്ഞാറിലാണെങ്കിലോ പടിഞ്ഞാറ് പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്ക് ഉച്ചം. വടക്കിലാണെങ്കിലോ വടക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് ഉച്ചം. ഈ സ്ഥാനത്ത് ഗേറ്റ് വരണം. വീട്ടിലാണെങ്കിൽ ഈ സ്ഥാനത്ത് ഡോർ വരണം. ഇപ്പോൾ 2ൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇനി ഫെങ്ഷുയിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇതിൽ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുള്ള സ്ഥലത്തും കൂടി നിങ്ങൾ അതിനെയും കൂടെ ഒന്ന് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ആയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് കരുതുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഗേറ്റിൻ്റെയും മെയിൻ ഡോറിൻ്റെയും സ്ഥാനമാണ്. അടുത്ത 4മത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഷേപ്പ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പലരും അതിൻ്റെ ചുറ്റളവുകളും മറ്റുള്ള കാര്യങ്ങളും നോക്കി ഷേപ്പിൽ വ്യത്യാസം വരുത്തി ചെയ്യുന്നുണ്ട്. ഒരുപാട് വീടുകൾ കൺസൾട്ട് ചെയ്തതിൻ്റെ അനുഭവത്തിൽ നിന്നിട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഷേപ്പിൽ വ്യത്യാസം വരാൻ പാടില്ല. വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം. ഒരുപാട് വാസ്തുക്കാർ നല്ല രീതിയിൽ പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വീട് വെച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? വീടിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് തോന്നും നമുക്ക് അടുക്കളയിൽ സൗകര്യങ്ങൾ കുറവാണ്, നമുക്ക് അടുക്കളയോട് ചേർത്തുകൊണ്ട് ഒരു ഇത് പണിയാം, തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു വർക്ക് ഏരിയ പണിയാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് വീടുമായിട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഒരു മേശിരി പറഞ്ഞു കൊടുക്കും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു അല്പം താത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇപ്പം മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു 2 അടി ഹൈറ്റിലാണ് ഫൗണ്ടേഷൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു അടി താത്തിട്ട് 1 അടി ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈ കണക്ക് മാറും, കണക്കുമായിട്ട് ബന്ധപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലുമല്ല.
വീടുമായി ഒട്ടി നിൽക്കുന്ന ഏതൊരു നിർമ്മിതിയും വീടിൻ്റെ വാസ്തുവിനെ തെറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളൊരു കാർ പോർച്ച് പണിയുമ്പോൾ പോലും 2 പൈപ്പുകൾ വീടിൻ്റെ ഷെയ്ഡിൽ പിടിപ്പിച്ചുകൊണ്ട് 2 പൈപ്പുകൾ ഇതും കൂടെ ഇട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരുപാട് വീടുകളിൽ കാണുന്നുണ്ട്. വീടും ഇതുമായിട്ട് യാതൊരു നിർമ്മിതികളും കൂടിച്ചേർന്നിരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ വീടിൻ്റെ ഷേപ്പിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അടുത്തത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-മത്തത് മുറ്റവും ചരിവും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൽ വീട് വെക്കുമ്പോൾ അതിന് ഓരോ ദിക്കിലും ഇന്ന ക്രമത്തിൽ അതിൻ്റെ മുറ്റം വരണമെന്നുണ്ട്. ഏറ്റവും കുറച്ച് മുറ്റം സൗത്തിൽ, അതിൽ കൂടുതൽ വെസ്റ്റിൽ, അതിൽ കൂടുതൽ നോർത്തിൽ, അതിൽ കൂടുതൽ ഈസ്റ്റിൽ, ഈ രീതിയിൽ മുറ്റം വരണമെന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ ചരിവ്. ചരിവ് വാസ്തുവിൽ പറയുന്നത് ഏറ്റവും ഉയർന്ന സൗത്ത് വെസ്റ്റ് ഭാഗം, അതിൽ നിന്നൊരല്പം താന്ന് സൗത്ത് ഈസ്റ്റ് ഭാഗം, അതിൽ നിന്നൊരല്പം താന്ന് നോർത്ത് വെസ്റ്റ് ഭാഗം, ഏറ്റവും താന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗം. അപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എവിടെയാണ്? കന്നിമൂല, സൗത്ത് വെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈശാനമാണ്. അപ്പം ഈ ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിലെന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി.